മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ആക്സസറി റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് അതെല്ലാം പഠിച്ചു. അപ്പോൾ അത് കാണാത്തവർ അതൊന്ന് കണ്ടിട്ട് വേണം ഇത് വന്ന് കാണാൻ, എങ്കിലേ കണ്ടിന്യൂറ്റി കിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഈ ഫീമെയിലിൻ്റെ സിസ്റ്റത്തിലെ മെയിൻ ഗൊണാഡ് എന്ന് പറയുന്നത് ഓവറിയാണ്. എ പെയർ ഓഫ് ഓവറി. എ പെയർ എന്ന് പറയുമ്പം നമുക്കറിയാം 2 ഓവറീസ് കാണും അല്ലേ. അതുണ്ട് നമുക്ക് ഇതിപ്പോൾ ഒരു സാജിറ്റൽ സെക്ഷനാണ്. ഒരു സാജിറ്റൽ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറുകെ അല്ല നെടുകെ ഉള്ള ഒരു സെക്ഷനാണ്. അതുകൊണ്ടാണ് ഒരു ഓവറി കാണാൻ പറ്റുള്ളൂ. അപ്പം അപ്പുറത്തെ സൈഡിൽ അടുത്ത ഒരു ഓവറി ഉണ്ട്. അപ്പോൾ ഓവറി ഉണ്ട്. പിന്നെ ഫീമെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റ്, റീപ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന ട്രാക്റ്റ്, വഴി, അതെന്ന് പറയുന്നത് ഏതൊക്കെ ചേരുന്നതാണെന്ന് അറിയാമോ? ഫലോപ്പിയൻ ട്യൂബ്സ് ഉണ്ട്, യൂട്ടറസ് ഉണ്ട്, വജൈനയുണ്ട്. അപ്പം അതിൽ ഓരോന്നും ഞാൻ കാണിച്ചു തരാം. ഫലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്നത് കണ്ട് ഇത്. അപ്പോൾ അത് ഇപ്പോൾ ഒരു സൈഡിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇത് യൂട്ടറസ് ആണ്, ഇത് വജൈന. ഓക്കെ. അപ്പം ഇത് ഇത്രയുമാണ് മെയിനായിട്ട് ചേർന്നിട്ടാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആകുന്നത്. അപ്പം നമുക്കതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാം. സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ ഓവറി കണ്ടോ, നിൽക്കുന്നുണ്ടോ ഓവറി? ഇപ്പം 2 ഓവറിയും കാണാം. ദാ ഒരു ഓവറി, അടുത്ത ഒരു ഓവറി. അപ്പം അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ പഠിക്കാൻ പോവാണ്. ഷേപ്പ് ആൻഡ് സൈസ്. ഒരു ഫ്ലാറ്റൻഡ് ഓവലായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ഇച്ചിരി ഫ്ലാറ്റൻഡ് ആണ്. അപ്പോൾ ഫ്ലാറ്റൻഡ് ഓവോയിഡ് ബോഡീസ് ആണ്. ഇതിൻ്റെ സൈസ് എത്ര വരും? 4 സെൻറ്റിമീറ്റർ ലെങ്ത്. മെയിൽസിൻ്റെ ടെസ്റ്റിസിന് 5 സെൻറ്റിമീറ്റർ ആയിരുന്നു ലെങ്ത്. ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുമ്പോൾ 2 സെൻറ്റിമീറ്റർ, അവിടെ 3 സെൻറ്റിമീറ്റർ ആയിരുന്നു. അപ്പോൾ നമ്മളൊന്ന് കമ്പയർ ചെയ്തെപ്പോഴും ഓർക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇനി കളർ എന്താണ്? ഒരു പിങ്കിഷ് ഗ്രേ കളറാണ് ഈ ഓവറിയുടെ, ഒരു പിങ്കിഷ് ഗ്രേ കളറാണ്. ഇനി പൊസിഷൻ നോക്കിക്കേ, കണ്ടോ? നമുക്കിവിടെ ഈ ബോഡിയുടെ വെർട്ടിബ്രൽ കോളം കാണാം, അതിൻ്റെ ടിപ്പ് പോർഷൻ കാണാം, കണ്ടോ? അവിടുന്ന് സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ. സസ്പെൻഡഡ് ഫ്രം ദി വെർട്ടിബ്രൽ കോളം. കണ്ടോ? വെർട്ടിബ്രൽ കോളം എന്ത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ തൂക്കിയിടണമെങ്കിൽ, സസ്പെൻഡ് ചെയ്യണമെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സ്ട്രിങ്ങോ എന്തെങ്കിലും വേണമല്ലോ. അതേപോലെ ഏതിലാണ് ഈ വെർട്ടിബ്രൽ കോളത്തിൽ നിന്ന് എങ്ങനെയാണ് ഈ ഓവറിയെ സസ്പെൻഡ് ചെയ്തേക്കുന്നത്? യൂസിങ് എ ലിജമെന്റ്. ലിജമെന്റ് എന്ന് പറയുന്നത് അതിൻ്റെ പേരാണ് മിസോവാരിയം. എന്നിട്ട് ഇവിടെ കാണാം, കണ്ടോ? മിസോവാരിയം എന്നിട്ട് ഈ ഒരു സ്ട്രക്ചർ. അപ്പം അത് ഉപയോഗിച്ചിട്ടാണ് ഈ 2 ഓവറിയും സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് വെർട്ടിബ്രൽ കോളത്തിൻ്റെ ടിപ്പ് പോർഷനിൽ. അപ്പം മിസോവാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിജമെന്റ് ആണ്. ലിജമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ബെൽറ്റ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ബെൽറ്റ്, നമ്മൾ എന്തെങ്കിലും ഇട്ടിട്ട് ബെൽറ്റ് ഇട്ടൊക്കെ ഇട്ട് മുറുക്കി അതിൻ്റെ പൊസിഷനിൽ വെക്കുന്ന പോണക്ക്, അതേ പോണക്ക് ഒരു ഫങ്ഷനാണ് മിസോവാരിയം. ഒരു ലിജമെന്റ് ആണ്. അതാണ് ഓവറിയെ പ്രോപ്പറായിട്ട് പൊസിഷൻ ചെയ്ത് വെക്കുന്നത്. അപ്പം ഈ ഓവറിയുടെ പൊസിഷനിൽ ഒരു പ്രത്യേകതയുണ്ട്. യൂട്രസിൻ്റെ ആയിട്ട് ആ ഒരു ലെവൽ കീപ്പ് ചെയ്യും കേട്ടോ. യൂട്രസിൻ്റെ അതിനോടൊത്ത് നിൽക്കും ആ ഒരു ലെവൽ. അത് കീപ്പ് ചെയ്ത് നിൽക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതും ഈ മിസോവാരി എന്ന് പറയുന്ന ലിജമെന്റ് ആണ്. ഇതുണ്ട്. ഇനി ഈ ഓവറി ഒരെണ്ണം എടുത്തിട്ട് അതിനെ നമ്മളൊന്ന് അതിൻ്റെ ഒരു കുറുകെ അതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എടുത്തു വച്ചിരിക്കുകയാണ്. പാർട്സ് എന്തൊക്കെയാണെന്ന് പഠിക്കുക. മെയിനായിട്ട് ഇൻറ്റേർണലി ഉള്ള 2 പാർട്സ് മെഡുല്ല എന്ന് പറയുന്നത് നടുക്കലത്തെ ഭാഗം, കോർട്ടെക്സ് എന്ന് പറയുമ്പോൾ പുറമേ ഉള്ള ഭാഗം കേട്ടോ. അപ്പം നടുക്കലത്തെ ഭാഗത്തിൻ്റെ പേര് മെഡുല്ല, പുറമെ ഔട്ടർ റീജിയൻ എന്ന് പറയുന്നത് കോർട്ടെക്സ്. അപ്പോൾ ഈ മെഡുല്ല എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ കാണാൻ പറ്റും? മെയിൻ ആയിട്ടുള്ളത് ഒരു സ്ട്രോമയാണ്, സ്ട്രോമ ഓഫ് കണക്റ്റീവ് ടിഷ്യൂ. ഈ സ്ട്രോമ എന്ന് പറയുന്ന സാധനം എവിടെ ഉണ്ടെങ്കിലും ആ സ്ട്രോമ ഉള്ള സ്ഥലത്തെ മറ്റു സിസ്റ്റത്തിനെ അല്ലെങ്കിൽ ഓർഗനൽസിനെ സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ അത് കണക്കാണ്. സ്ട്രോമ എന്ന് പറയുന്നത് ഒരു കണക്റ്റീവ് ടിഷ്യൂ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? ഇലാസ്റ്റിക് ഫൈബേഴ്സ് ഉണ്ട്, ബ്ലഡ് വെസൽസ് ഉണ്ട്, ലിംഫാറ്റിക്സ് ഉണ്ട്, നെർവ്സ്, ഇതെല്ലാം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു കുഷ്യൻ ലൈക്ക് സ്ട്രക്ചറാണ് സ്ട്രോമ എന്ന് പറയുന്നത്. അത് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് സ്ട്രോമയുടെ ഫങ്ഷൻ. അപ്പോൾ അത് എവിടെയാണ് കാണുക എന്ന് പറയുന്നത്? നടുക്ക് ആയിട്ടാണ് കാണുന്നത് ഓവറിയുടെ. എൻ്റെ പേരാണ് മെഡുല്ല എന്ന് പറയും.
പിന്നെ ഔട്ടർ പോർഷൻ പറയും കോർട്ടെക്സ്. അവിടെയാണ് നമുക്ക് ഫോളിക്കിൾസ് കാണുന്നത്. ഫോളിക്കിൾസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു 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 കുഞ്ഞ് കുഴികളാണേ, കുഞ്ഞു സാക്സ് ആണേ. അതിനകത്താണ് എന്ത് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് അറിയാമോ? എഗ്ഗ്. എഗ്ഗിൻ്റെ വേറൊരു പേരാണ് ഓവം. എഗ്ഗിൻ്റെ വേറൊരു പേരാണ് ഓവം. അപ്പം എഗ്ഗ് അല്ലെങ്കിൽ ഓവം ഡെവലപ്പ് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു സാക്കുകൾ നമുക്കിവിടെ കാണാം. അതിൻ്റെ പേര് ഫോളിക്കിൾസ്. അതെവിടെയാണ് കാണുന്നത്? ഈ കോർട്ടെക്സ് റീജിയനിലാണ് കാണുന്നത്. അപ്പം നമുക്ക് കോർട്ടെക്സ് ഇവിടെ കാണാം കേട്ടോ. ഇത് ഫോളിക്കിൾസ്, കുഞ്ഞു കുഞ്ഞു സാക്കുകൾ. ഒവേറിയൻ ഫോളിക്കിൾസ് എന്ന് പറയും. അപ്പോൾ ഇതിപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഇത് കൊച്ചത്, ഇത് ഇത്തിരി വലുത്, അത് കാണിച്ചേക്കോ. ഇത് യങ്ങർ ഫോളിക്കിൾ, പ്രൈമറി ഫോളിക്കിളാണ്. ഇച്ചിരി അത് വലുതായി, സെക്കൻഡറി ഫോളിക്കിളായി, ടെറിഷറി ഫോളിക്കിളായി, കുറച്ചുകൂടെ വലുതായി, വീണ്ടും മെച്യൂറായി. മെച്യൂർ ആയിട്ടുള്ള ഫോളിക്കിൾ എന്ന് പറയുന്ന ഗ്രേഫിയൻ ഫോളിക്കിൾ എന്ന് പറയും. പേര് ശ്രദ്ധിച്ചോ, അത് 1 മാർക്കിനൊക്കെ ചോദിക്കാം. ഗ്രേഫിയൻ ഫോളിക്കിൾ എന്ന് പറയും. അപ്പോൾ ഈ ഫോളിക്കിൾ മെച്യൂർ ആവുന്നതിനോടൊപ്പം എന്തും മെച്യൂർ ആവുന്നുണ്ട്, അതിനകത്തുള്ള എഗ്ഗും മെച്യൂർ ആവുന്നുണ്ട്. എന്നിട്ട് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാം, കണ്ടോ, ആ ഗ്രേഫിയൻ ഫോളിക്കിളിൽ നിന്ന് എഗ്ഗ് ഈ ഓവറിയുടെ വാള് ബ്രേക്ക് ചെയ്ത് പുറത്ത് വരുന്നുണ്ട്. ആ പ്രോസസ്സിനെ ഓവുലേഷൻ എന്ന് പറയും. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ഇപ്പം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. കോർട്ടെക്സ് പോർഷനിലാണ് ഈ ഫോളിക്കിൾസ്. എഗ്ഗിനെ നമ്മൾ പക്ഷിക്കൂട് അല്ലേ, മുട്ട അതിനകത്തല്ലേ വളരുന്നത്, അതേ പോണക്ക് അതിൻ്റെ ഒരു നെസ്റ്റാണ്, ചെറിയ സാക്കാണ് പ്രൈമറി ഫോളിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കണ്ടോ, മെച്യൂർ ആയിട്ടുള്ള ഫോളിക്കിൾ എന്ന് പറയുന്ന പേരാണ് ഗ്രേഫിയൻ ഫോളിക്കിൾ എന്ന് പറയും. അപ്പോൾ നമ്മളൊരു ഓവറി മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ നമുക്ക് മൊത്തത്തിൽ 4 റീജിയൻസ് കാണാം. കാരണം ഞാൻ സിമ്പിളായിട്ട് പറയാം. ഏറ്റവും ഔട്ടർ പോർഷനിൽ ഒരു ജെർമിനൽ എപ്പിത്തീലിയം, ക്യൂബോയിഡൽ സെൽസിന്റെ ഒരു ജെർമിനൽ എപ്പിത്തീലിയം കാണാൻ പറ്റും. ജെർമിനൽ എപ്പിത്തീലിയം. അതിൻ്റെ അടിയിൽ പിന്നെ കാണുന്ന എന്തുവാണ്? നമ്മുടെ ടെസ്റ്റിസിന്റെ ഔട്ടർ കവറിങ് ട്യൂണിക്ക ആൽബുജിനിയ. ഇവിടെ അത് തന്നെ കാണാൻ പറ്റും. ട്യൂണിക്ക ആൽബുജിനിയ കാണാൻ പറ്റും. അതിൻ്റെ അടിയിലായിട്ടാണ് കോർട്ടെക്സ് വരുന്നത്. അതിൻ്റെ ഉള്ളിലെ പോർഷനാണ് മൊത്തത്തിൽ മെഡുല്ല. 4 ആയില്ലേ? 1 2 3 4 ഇത്രയും റീജിയൻസ് ആണ് ഉള്ളത് ഒരു ഓവറിയുടെ. നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ജെർമിനൽ എപ്പിത്തീലിയം ഔട്ടർ സൈഡിൽ കാണാൻ പറ്റും. രണ്ടാമത് അതിൻ്റെ അടിയിലായിട്ട് ട്യൂണിക്ക ആൽബുജിനിയ. പിന്നെ വരുന്നത് കോർട്ടെക്സിലാണ് എന്തുള്ളത്? ഫോളിക്കിൾ സെൽസ് ഇൻ ദ വേരിയസ് സ്റ്റേജസ്. അതിൻ്റെ ഉള്ളിലായിട്ട് മെഡുല്ല വരും. മെഡുല്ലയിലാണ് സ്ട്രോമ ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ആണ് അപ്പം പിന്നെ കാണുന്നത്. അപ്പം ഇത്രയും 4 റീജിയൻസ് ആണ് ഈ ഓവറിയുടെ പാർട്ടായിട്ടുള്ളത്. ഇത്രയും ലേയേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, ഇനി ഓവേറിയൻ ഫോളിക്കിൾസ് അത് പറഞ്ഞല്ലോ ഞാൻ. ഇനി അത് കഴിഞ്ഞിട്ട് ഇനി ഫലോപ്പിയൻ ട്യൂബ്. ഇനി നമുക്ക് ഫലോപ്പിയൻ ട്യൂബിനെ കുറിച്ച് പഠിക്കാം. ഫലോപ്പിയൻ ട്യൂബ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടുമാണ് ഉണ്ടോ, ഫലോപ്പിയൻ ട്യൂബ് ഉണ്ടോ. ഈ ഫലോപ്പിയൻ ട്യൂബ് നോക്കിക്കേ, നിങ്ങൾ ഓവറിയായിട്ട് തൊട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഇരിക്കുന്നേ. ഇങ്ങനെ നോക്കുമ്പം അതുമായിട്ട് ടച്ച് ചെയ്യുന്നുണ്ടെന്ന് തോന്നും, പക്ഷേ യഥാർത്ഥത്തിൽ ടച്ച് ചെയ്തിട്ടില്ല. ഏറ്റവും ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത്, കണ്ടോ. അപ്പം ഇറ്റ്സ് എ പെയർ ഓഫ് ട്യൂബ് ആണ്, കണ്ടോ. പെയർ ഓഫ് ട്യൂബ് ലൈക്ക് ക്ലോസ് ടു ഓവറീസ് ബട്ട് നോട്ട് ഡയറക്ട്ലി അറ്റാച്ച് വിത്ത് ദ ഓവറി. ഫലോപ്പിയൻ ട്യൂബ്സ്. ഈ ഫലോപ്പിയൻ ട്യൂബിന്റെ ഓപ്പണിംഗ് എവിടോട്ടാണെന്നറിയാമോ? അബ്ഡോമിനൽ ക്യാവിറ്റി. ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത് അബ്ഡോമിനൽ ക്യാവിറ്റിയാണ്. ഈ ഒരു പോർഷനൊക്കെ ഇവിടെ അല്ല. ഈ അബ്ഡോമിനൽ ക്യാവിറ്റിയിലോട്ട് തുറന്നിട്ടാണ് ഇരിക്കുന്നത് ഫലോപ്പിയൻ ട്യൂബ്. എന്നാൽ ഇത് ഓവറിയുടെ അടുത്തോട്ട് അത്രയും ക്ലോസും ആയിരിക്കും. കാരണം ഓവറിയിൽ നിന്ന് ഓവം റിലീസ് ചെയ്യുമ്പോൾ അതിനെ പിക്ക് ചെയ്യണം. മനസ്സിലായോ? അല്ലാതെ ഇതുമായിട്ട് ഡയറക്റ്റ് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുകയല്ല. ഇതിൻ്റെ ഓപ്പണിങ് ആ ഒരു പോർഷൻ കണ്ടോ, ഒരു ഫണൽ പോണക്കുള്ള ഒരു ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ഇതിൻ്റെ കുറച്ച് ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാം. ആ ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സിന് പറയുന്ന പേരാണ് ഫിംബ്രേ എന്ന് പറയും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫലോപ്പിയൻ ട്യൂബിൻ്റെ സ്ട്രക്ചേഴ്സ്. അടുത്ത എൻഡിൻ്റെ കാര്യം കൂടെ പറയണമല്ലോ. അടുത്ത എൻഡ്, ഈ എൻഡ് യൂട്രസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പെയറാണ്
ഇത് അബ്ഡോമിനൽ ക്യാവിറ്റിയിലോട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. ഓവറിയുമായിട്ട് ക്ലോസ് കോണ്ടാക്റ്റ് ഇല്ല. ഫണൽ ഷേപ്ഡ് ആയിട്ടാണ് അതിൻ്റെ ഓപ്പണിങ്. അതിൻ്റെ ഓപ്പണിങ്ങിൻ്റെ അറ്റത്ത് ഫിംഗർ ലെഗ് സ്ട്രച്ചസ് ഉണ്ട്. ഇതൊക്കെയാണ് പോയിന്റ്സ്. ഓക്കെ, ഇനി യൂട്രസിനെ കുറിച്ച് പറയാം. യൂട്രസിന്റെ നേച്ചർ നോക്കുവാണെങ്കിൽ നോക്കിയേ, യൂട്രസ് ഒരു തിക് വാൾഡ് മസ്കുലാർ, കണ്ടോ, മസ്കുലാർ. കാരണം കുഞ്ഞ് അതിനകത്ത് വളരുമ്പോൾ അപ്പോൾ ഓവറി അതിനുള്ള സ്പേസ് കൊടുക്കണം, അതനുസരിച്ച് അത് സ്ട്രെച്ച് ചെയ്യണം. അപ്പോൾ അതൊരു മസ്കുലാർ ആയിട്ടുള്ള ഒരു ഓർഗനാണ്. അതിന്റെ പൊസിഷൻ നോക്കിക്കേ, യൂറിനറി ബ്ലാഡർ, ഫീമെയിൽസിന്റെ യൂറിനറി ബ്ലാഡറിന്റെയും റെക്ടം എന്ന് പറയുന്നത് ലാർജസ്റ്റ് പോർഷൻ ഓഫ് ലാസ്റ്റ് പോർഷൻ ഓഫ് ദി ലാർജ് ഇൻറ്റസ്റ്റൈൻ ആണ്. അപ്പോൾ യൂറിനറി ബ്ലാഡറിൻ്റെയും രക്തത്തിൻ്റെയും ഇടയിലായിട്ടാണ് ഇതിൻ്റെ പൊസിഷൻ വരുന്നത്, യൂട്രസിൻ്റെ ഒരു പൊസിഷൻ വരുന്നത്. ഓക്കെ, ഇനി അപ്പോൾ ആ പാർട്സ് നമുക്ക് നോക്കാം. പാർട്സിൽ ഫ്യൂണ്ടസ് ഒരു ബ്രോഡായിട്ടുള്ള പോർഷൻ ഉണ്ട്. ഞാൻ വേറൊരു പിക്ചർ കൂടെ കാണിക്കാം. ഇപ്പം ഇതിൽ നോക്കുക, ബ്രോഡായിട്ടുള്ളൊരു പോർഷൻ ഉണ്ട്. പിന്നെ അത് സെർവിക്സ് ഉണ്ട്. സെർവിക്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു റീജിയൻ കാണാമല്ലോ. സെർവിക്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷൻ നാരോ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, ലോവർ പോർഷൻ ആണ്. ഇതിൻ്റെ ഇത് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് വജൈനയിലേക്കാണ്. വജൈനയാണ് പുറത്തേക്കുള്ള ഓപ്പണിങ് നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ. അപ്പോൾ നമ്മൾ ആ വജൈനയിലേക്ക് വരിക. യൂട്രസിൻ്റെ ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, ഈ പാർട്സിൻ്റെ ഒരു പിക്ചർ ഞാൻ കാണിക്കാൻ നോക്കാം. ഫ്യൂണ്ടസ്, സെർവിക്സ് ഉണ്ടോ, ഇത് ബോഡി ആയിട്ട് വരും. ഉണ്ട്, സെർവിക്സ് വരുമ്പോൾ നാരോ, ഇത് വജൈനയിലേക്ക് ഓപ്പൺ ചെയ്യും. ഇനി വജൈന എന്ന് പറയുമ്പോഴത്തേക്ക് മസ്കുലാർ ആയിട്ടുള്ള ഒരു കനാലാണ്. യൂട്രസിലോട്ടാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. അതിൻ്റെ മറ്റേ അറ്റം പുറത്തേക്ക് ഓപ്പൺ ചെയ്യും. ഫീമെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ പുറത്തോട്ടുള്ള ഓപ്പണിംഗ് ആണ് വജൈന എന്ന് പറയുന്നത്. അതേ കണക്ക് ഇത് ഈ ഓപ്പണിംഗ് ആണ് കോപ്പുലേറ്ററി ഓർഗൻ, ഫീമെയിൽസിൻ്റെ കോപ്പുലേറ്ററി ഓർഗൻ. റീപ്രൊഡക്റ്ററി ആക്ഷൻ ആ സമയത്ത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന റീജിയൻ എന്ന് പറയുന്നത് വജൈനയാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് കാണാം, ഇതാണ് വജൈന. ഓക്കെ, ഈ വജൈന പോർഷൻ്റെ നീളം എത്രയാണെന്ന് അറിയാമോ? 7.5 to 9 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ നീളം എന്ന് പറയുന്നത്. ഇതിൻ്റെ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത് സ്മൂത്ത് മസിൽസ് വെച്ചിട്ടാണ് ഇതിൻ്റെ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഇന്നർ ലൈനിങ് നോക്കുവാണെങ്കിൽ കുറേ സെൻസിറ്റീവ് പാപ്പിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ കുഞ്ഞു കുഞ്ഞു ഔട്ട് ഗ്രോത്ത്, ചില സെൻസിറ്റിവിറ്റി കൊടുക്കുന്ന ചില പാപ്പിലേസ് ഉണ്ട്. പിന്നെ ചില ഗ്ലാൻഡ്സ് ഉണ്ട്. ആ ഗ്ലാൻഡിൻ്റെ പേര് ഓർത്ത് വെച്ചോളൂ, ബർത്തോളിൻസ് ഗ്ലാൻഡ്. അതെന്തിനായിരിക്കും? അത് എന്ത് സെക്രീറ്റ് ചെയ്യും? മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? പെനിസ് വജൈനയിൽ വരുന്ന സമയത്ത് അതിനൊരു ലൂബ്രിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആ ലൂബ്രിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻഡാണ് ബർത്തോളിൻസ് ഗ്ലാൻഡ്. ഓക്കെ, ഇനി ഈ വജൈനയുടെ സെക്രീഷൻസ്, ഇപ്പോൾ ഇവിടെ ഗ്ലാൻഡ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. സെക്രീഷൻസിൻ്റെ pH അസിഡിക് ആണ്. കേട്ടോ, ഇത് അസിഡിക് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനൊരു റീസൺ ഉണ്ട്. ഇപ്പം ഒരു ഇൻഫെക്ഷൻസ് ഒന്നും വരരുത്, മൈക്രോബ്സ് ഒന്നും കയറിയിട്ട്. അപ്പോൾ മൈക്രോബ്സ് എന്തെങ്കിലും എൻ്റർ ചെയ്താൽ തന്നെ ഈ അസിഡിക് എൻവിയോൺമെൻ്റ് ആയതുകൊണ്ട് അത് നശിച്ചു പോകും. അപ്പോൾ വജൈനയുടെ ഏരിയ pH എപ്പോഴും അസിഡിക് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും നമ്മൾ ഗേൾസ് അല്ലെങ്കിൽ വിമൻ ഒരുപാട് സോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ആ ഒരു ഏരിയ, എക്സ്റ്റേണൽ ജെനൈറ്റൽ ഒരുപാട് കഴുകരുത്. കാരണം ആ അസിഡിറ്റിയെ അത് ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പം സിമൻ നമ്മൾ കണ്ടു, അത് എൻ്റെ pH എന്ന് പറയുന്നത് ആൽക്കലൈൻ ആണ്. അപ്പം ഈ അസിഡിക് pHലോട്ട് ഒരു സ്പേം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പം സ്പേം നശിച്ചു പോകും. അപ്പം അങ്ങനെ ആവാതിരിക്കാൻ നമ്മൾ അവിടെ കണ്ടില്ലായിരുന്നോ, സിമൻ്റെ ഫങ്ഷൻ സ്പേമിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇത് ആൽക്കലൈൻ ആയിട്ടുള്ളൊരു എൻവിയോൺമെൻറ്റ് സ്പേമിന് കൊടുക്കുമ്പം ഇവിടെ വെജൈനയിൽ വരുമ്പോൾ നശിച്ചു പോകാതെ സ്പേമിനെ അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഈ ആൽക്കലൈൻ സിമൻ ന്യൂട്രലൈസ് ചെയ്യും അസിഡിറ്റി, അങ്ങനെ സ്പേമിനെ സർവൈവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പം ഇത്രയൊക്കെ പോയിന്റ്സ് ആണ് വജൈനയെ കുറിച്ച് ഉള്ളത്. ഇനി നമ്മൾ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ വരുവാണ്, അതിനെ വൾവ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് വജൈനയുടെ
പുറം ഭാഗമായിട്ട് ഇരിക്കും. ഇമീഡിയറ്റ്ലി എക്സ്റ്റേണൽ ടു ദ വജൈനയാണ് ഇത്രയും സ്ട്രക്ചർ. ഇതാണ് എക്സ്റ്റേണൽ ജെനൈറ്റാലിയ. എൻ്റെ പേര് വൾവ. അപ്പോൾ അതിൻ്റെ പാർട്സ് നോക്കുവാണെങ്കിൽ മോൺസ് പിബിസ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. മോൺസ് പിബിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിബിസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ജെനൈറ്റൽ പോർഷൻ ആ ഏരിയയ്ക്ക് പറയുന്നതാണ് പിബിക് ഏരിയ. അപ്പം മോൺസ് പിബിക് എന്ന് പറഞ്ഞാൽ ഒരു എലിവേറ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്. ഒരു റൗണ്ടഡ് ഫാറ്റി ടിഷ്യൂ ആണ്. അതൊരു കുഷ്യൻ കൊടുക്കും. കാരണം പ്യൂബിക് ബോൺ അതിൻ്റെ അടിയിലായിട്ടാണ് പ്യൂബിക് ബോൺ ഇരിക്കുന്നത്. ആ പ്യൂബിക് ബോണിന് ഒരു കുഷ്യനിങ് എഫക്റ്റ് കൊടുക്കുകയാണ്. കാണിച്ചു തരാം. ഉണ്ടോ ഈ ഒരു ഏരിയ, അതിനെയാണ് മോൺസ് പിബിസ് എന്ന് പറയുന്നത്. ഇനി ലേബിയ മേജോറ. ലേബിയ മേജോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഈ ഒരു ഏരിയയ്ക്കാണ് പറയുന്നത് ലേബിയ മേജോറ. ടു പ്രോമിനന്റ് ഫാറ്റി ആയിട്ടുള്ള ഫോൾസ് ഓഫ് സ്കിൻ ആണ് കേട്ടോ. വൾവയുടെ ഔട്ടർ ലിപ്സ് ആയിട്ട് ആക്ട് ചെയ്യും. അതാണ് ലേബിയ മേജറ. അപ്പോൾ ലേബിയ മേജറ ഉണ്ടാകുമ്പോൾ ലേബിയ മൈനോറയും ഉണ്ട്. അതെന്ന് പറയുന്നത് സ്മോൾ ഫോൾസ് ആണ് കേട്ടോ. സ്മോൾ ഫോൾസ് ഓഫ് സ്കിൻ ആണ് ബിറ്റ്വീൻ ലേബിയ മേജോറ. ലേബിയ മേജോറയുടെ ഇടയ്ക്കുള്ള സ്മോൾ ഫോൾസ് ഓഫ് സ്കിൻ ആണ് ലേബിയ മൈനോറ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ്? ഇതിപ്പം എന്ത് ഓപ്പണിംഗ് ആണ്? യൂറിത്ര മീൻസ് യൂറിൻ എക്സ്ക്രീറ്റ് ചെയ്യുന്ന ഓപ്പണിംഗ് ആണ്. ഇതെന്ന് പറയുന്നത് വജൈനൽ ഓപ്പണിംഗ്. അപ്പോൾ ഇതിനെ രണ്ടിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ലേബിയ മൈനോറയുടെ ഫങ്ഷൻ. പിന്നെ വെസ്റ്റിബ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലെ ആ ഏരിയയ്ക്ക് പറയുന്നതാണ് വെസ്റ്റിബ്യൂൾ. ലേബിയ മൈനോറ എൻക്ലോസ് ചെയ്യുന്ന ഉള്ളിലെ പോർഷൻ പറയുന്ന പേരാണ് വെസ്റ്റിബ്യൂൾ. വെസ്റ്റിബ്യൂളിനകത്ത് വരും എന്തൊക്കെ? ഹൈമൻ. ഹൈമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെ ഡോർ എന്നാണ് പറയുന്നത്? ഏതിൻ്റെ എന്ന് അറിയാമോ? വജൈനയുടെ ഡോർ. വജൈന ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചെറിയ തിൻ ഫോൾഡ് ഓഫ് മെംബ്രെയിൻ ആണ് ഹൈമൻ എന്ന് പറയുന്നത്. പിന്നെ അതേപോണക്ക് വെസ്റ്റിബ്യൂളിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? യൂറിത്രൽ ഓപ്പണിംഗ് വരുന്നുണ്ട്, വജൈനൽ ഓപ്പണിംഗ്. അപ്പം ഇത്രയുമൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള വൾവ എക്സ്റ്റേണൽ ജെനൈറ്റാലിയയുടെ പാർട്സ്. പിന്നെ ഒന്നുകൂടെ ഉണ്ട് കേട്ടോ, ക്ലീറ്റോറിയസ്. ക്ലീറ്റോറിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽസിൽ പെനിസിന് ഈക്വൽ ആയിട്ടുള്ള ഫീമെയിൽസിലുള്ള സ്ട്രക്ചറാണ് ക്ലീറ്റോറിയസ് എന്ന് പറയുന്നത്. ഇത് ഒത്തിരിയും സെൻസിറ്റീവാണ്, ഇറക്റ്റെയിലാണ്. പെനിസ് പോണൊക്കെ തന്നെ ഇറക്റ്റെയിലായിട്ടുള്ള സ്ട്രക്ചറാണ്. ടാക്റ്റെയിൽ, ടച്ച് സ്റ്റിമുലേഷൻ, ടച്ച് ഉണ്ടാവുമ്പോൾ സ്റ്റിമുലേറ്റഡ് ആവുന്ന, ഇറക്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ്. ഇറ്റ് കറസ്പോണ്ട് ടു ദ പെനിസ് ഇൻ മെയിൽ. മെയിലിലെ പെനിസിന് പോണക്ക് തന്നെ ഉള്ള ഒരു സ്ട്രക്ചറാണ്. ഇതിൽ ഒരുപാട് നെർവ് എൻഡിങ്സ് ഒക്കെ ഉണ്ട്. ആ നെർവ് എൻഡിങ്സ് ഉള്ളത് കൊണ്ടാണ് ഇത് ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ളത്. ഈ ഒരു ഭാഗം കൂടി ഉണ്ട്. ഈ ജംഗ്ഷൻ ഓഫ് ലേബിയ മൈനോറ ഉണ്ട്. ലേബിയ മൈനോറ ഒരു ഹുഡ് പോലെ ഈ ക്ലീറ്റോറിയസിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ പോകും. നമ്മൾ മെയിൽസിന്റെ പെനിസിന്റെ അവിടെ ഒരു സ്കിൻ ഇല്ലായിരുന്നു, റിട്രാക്റ്റബിൾ പെർപ്യൂസ്, അതിന് ഈക്വൽ ആയിട്ട്. അപ്പം ഇവിടെ ലേബിയ മൈനോറ ഒരു ഹുഡ് പോലെ ക്ലീറ്റോറിയസിന്റെ മുകളിൽ കൂടെ കവർ ചെയ്ത് പോകും. അതിനെ പെർപ്യൂസ് സ്കിൻ എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ ഇത്രയൊക്കെയാണ് വൾവയുടെ പാർട്സ്. ഇനി നമുക്ക് മാമറി ഗ്ലാൻസും കൂടെ പറയാം ഇതിൻ്റെ കൂട്ടത്തിൽ. ഇത്രയുമൊക്കെ ആയി കഴിയുമ്പോൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആയി കഴിയും. ഈ മാമറി ഗ്ലാൻസ് കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലേക്ക് പറഞ്ഞു പോവാം. മാമറി ഗ്ലാൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ആക്സസറി ഓർഗനാണ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ. മെയിൽസിലും ഫീമെയിൽസിലും ഈ മാമറി ഗ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സസറി ഗ്ലാൻസ് ആണ്. അപ്പം ഈ മാമറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ മോഡിഫൈഡ് ആയിട്ടുള്ള സ്വെറ്റ് ഗ്ലാൻസ് ആണ്. സ്വെറ്റ് ഗ്ലാൻസിൻ്റെ ഒരു മോഡിഫൈഡ് ഫോംസ് ആണ് ഈ മാമറി ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ, ഈ മാമറി ഗ്ലാൻഡ് എവിടം മുതൽ എവിടം വരെയാണ് നമ്മുടെ ബോഡിയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? സെക്കൻഡ് റിബ്സ് അറിയാലോ, നമ്മുടെ നെഞ്ചിലെ റിബ്സ് ഉണ്ടല്ലോ, 1 2 നമുക്ക് ഇങ്ങനെ എണ്ണാലോ. അതുപോലെ സെക്കൻഡ് റിബ് മുതൽ 6th 1 2 3 4 5 6 ആയോ? 1 2 3 4 5 6, ഇതാണ് 6 കേട്ടോ. ഇത് വേണം. അപ്പം 6th സെക്കൻഡിൽ തുടങ്ങിയിട്ട് 6th റിബ് വരെ ഇങ്ങനെ ഇത്രയും നീളത്തിലുണ്ട്. സ്റ്റേണം മുതൽ, സ്റ്റേണം എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാമല്ലോ, സോറി സ്റ്റേണം എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് സൈഡിലെയും റിബ്സിനെ കണക്ട് ചെയ്തേക്കുന്ന ലോങ് ബോണിനെയാണല്ലോ സ്റ്റേണം എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പം സെക്കൻഡ് റിബ് മുതൽ 6th റിബ് വരെ ഇത്രയും എക്സ്റ്റെൻഡ് ചെയ്യും. എവിടുന്ന സ്റ്റേണത്തിൽ നിന്ന്. അപ്പം അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഇങ്ങനെയാണ് കേട്ടോ. എന്നിട്ട് എവിടെ വന്ന് നിൽക്കും? എക്സ്റ്റെൻഡ് ടു ആക്സില്. ആക്സില് എന്ന് പറയുമ്പോൾ ആംപിറ്റ്. ആംപിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, അണ്ടർ ആം. അത് അത്രയുമാണ് അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. മനസ്സിലായി കാണുമല്ലോ. ഓക്കെ. പിന്നെ ഇറ്റ് ഈസ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് പെക്ടറാലിസ് മേജർ. പെക്ടറാലിസ് മേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെസ്റ്റിലെ മസിലിനാണ് പറയുന്നത് പെക്ടറാലിസ് മേജർ. എന്താ പിക്ചർ കൊടുത്തിട്ടുണ്ട് പെക്ടറാലിസ്. ഇവിടെ ഇങ്ങനെ ഒരു മസിലുണ്ട്. അപ്പം അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് സെക്കൻഡ് റിബ് മുതൽ 6th റിബ് വരെ നീളത്തിൽ, അതുകൊണ്ടൊക്കെ ഈ സ്റ്റേണത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ആംപിറ്റ് വരെ. അപ്പം അതാണ് അതിൻ്റെ ഒരു അത് മാമറി ഗ്ലാൻഡ് എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഒരു കവറേജ്. ഓക്കെ. ഇനി അതിൻ്റെ പാർട്സ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ചുറ്റുമുള്ള സ്ഥലത്ത് ഒരു ചെറിയൊരു പിഗ്മെൻറ്റഡ് ഏരിയ ഉണ്ട്. അതിനെ പറയും ഏരിയോള എന്ന് പറയും. പിന്നെ നിപ്പിളുണ്ട്. നിപ്പിൾ എന്ന് പറയുന്നത് ഇച്ചിരി പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊട്രൂഷനാണ് ഏരിയോള. ഇതിപ്പോൾ ഏരിയോള. ഇത് ഉള്ളിലെ പാർട്സ് കൂടെ കാണിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്ന പിക്ചറിൽ. പുറമേ നോക്കുമ്പോഴത്തേക്കും വെച്ചാൽ ഒരു പിഗ്മെൻറ്റഡ് ഏരിയ ആണ് ഇവിടെ. ആ പിഗ്മെൻറ്റഡ് ഏരിയ ആണ് ഏരിയോള. അതിൽ നിന്ന് പ്രൊട്രൂഡ് ചെയ്തിരിക്കും നിപ്പിൾ എന്ന് പറയുന്നത്. ഇനി ആൽവിയോള, ഈ കാണുന്നതാണ് ആൽവിയോള. ആൽവിയോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 to 25 ഇറഗുലർലി ഷേപ്ഡ് ലോബ്സ് ആണ്. റേഡിയേറ്റിംഗ് ഫ്രം നിപ്പിൾ. കണ്ടോ, നിപ്പിളിൽ നിന്ന് പോകുന്ന ലോബ്സ് ആണ്, റേഡിയേറ്റിംഗ് ലോബ്സ് ആണ്. അപ്പം ഈ ഓരോ ലോബ്സിനകത്തും മിൽക്ക് സെക്രീറ്റ് ചെയ്യുന്ന സെൽസ് ഉണ്ട്. എന്തുകൊണ്ട്? മിൽക്ക് സെക്രീറ്റ് ചെയ്യുന്ന സെൽസ് ഉണ്ട്. ഇനി ഈ ആൽവിയോള ഉണ്ടല്ലോ, ഈ ഓരോ ആൽവിയോളസും ഇത് എന്തിലോട്ടാണ് ചെന്നെത്തുന്നത്? ലാക്ടിഫറസ് ഡക്റ്റ്. ഇതാണ് ഓരോരോ ഡക്റ്റുകൾ ഉണ്ടോ, ലാക്ടിഫറസ് ഡക്റ്റ്. ഈ ലാക്ടിഫറസ് ഡക്റ്റിൽ വന്ന് ചെല്ലും. എന്നിട്ട് ഈ ഡക്റ്റുകളെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ലാർജ് ലാക്ടിഫറസ് സൈനസസ് ഫോം ചെയ്യും. അങ്ങനെയാണ് മിൽക്കിൻ്റെ ഈജക്ഷൻ നടക്കുന്നത്. അപ്പം അൽവിയോളയിൽ നിന്ന് ലാക്ടിഫറസ് ഡക്റ്റ് വരും. ഇതെല്ലാം ജോയിൻ ചെയ്ത് ലാക്ടിഫറസ് സൈനസസ് ഫോം ചെയ്യും. അങ്ങനെയാണ് മിൽക്ക് ഇജക്ഷൻ. ലാക്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ലാക്ടേഷൻ? പ്രോസസ് ഓഫ് സെക്രീഷൻ ഓഫ് മിൽക്ക് ബൈ ദ സെക്രീറ്ററി സെൽസ്. ഇതിനകത്താണെന്ന് പറഞ്ഞല്ലോ സെക്രീറ്ററി സെൽസ്, ലോബ്യൂൾസിനകത്ത്. സെക്രീറ്ററി സെൽസ് ഓഫ് മാമറി ഗ്ലാൻഡ്, അതാണ് ലാക്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയുമൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു പിന്നെ ഫീമെയിലിൻ്റെ റീപ്രൊഡക്ടറി സിസ്റ്റം അതിൻ്റെ ആക്സസറി പാർട്സും ഒക്കെ കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഇന്നത്തെ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. I'm an icon, man. I'm a girl about a 10. I should fuck her in a Benz.